എല്ലാ പണികളും കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്നപ്പോ ഒരു മോഹം ഒരു സെൽഫ് ഡേറ്റിന് പോയാലോന്ന്. അപ്പൊ സമയമൊന്നുമില്ല, വേഗം പോയിട്ട് വരണം കുട്ടികൾ വരുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് വേഗം റെഡി ആയിട്ട് പോയിട്ട് വരാം. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. എന്നാ പിന്നെ പോവാന്ന് ആലോചിച്ചപ്പോഴോ എന്തോ ഒരു കുറവുണ്ടല്ലോ. ലിപ്സ്റ്റിക് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു കുറവ് തന്നെയല്ലേ. എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ലിപ്സ്റ്റിക്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോണതേ മാർസിന്റെ ക്യൂൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ പിന്നെ അതിലെ പുതിയ ഷെയ്ഡുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ബ്രൗൺ ഷെയ്ഡുകളും റെഡ് ഷെയ്ഡുകളും കണ്ടാലോ. നല്ല രസമായിട്ടുള്ള പാക്കിങ്ങില് ബ്രൗണിന്റെ 3 ഷെയ്ഡുകളും അതുപോലെ തന്നെ നല്ല സൂപ്പർ പാക്കിങ്ങില് റെഡിന്റെ 3 ഷെയ്ഡുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണേ. ബ്രൗണിന്റെ ഷെയ്ഡുകളിൽ ഒരു ഡാർക്ക് ബ്രൗണും പിന്നെ ഒരു ലൈറ്റ് ബ്രൗണും പിന്നെ ചെറുതായിട്ട് ഒരു പിങ്കിഷ് ബ്രൗൺ ആണ് കേട്ടോ വരുന്നത്. റെഡിന്റെ കോമ്പിനേഷനിലാണെങ്കിൽ നല്ലൊരു റെഡ് കളറും പിന്നെ റെഡും ബ്രൗണും മിക്സ് ആയ ഒരു കളറും പിന്നെ ഒരു പീച്ച് ആൻഡ് റെഡ് മിക്സ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പീച്ച് ആൻഡ് റെഡ് മിക്സ് ആയിട്ടുള്ള കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളത് ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളറാണ്. ഇതുപോലെ ബ്രൈറ്റ് കളേഴ്സ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്നത് യൂസ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് എന്തോ മുഖത്തൊരു ഉദിപ്പ് വന്ന പോലെ തോന്നിയിട്ടാ. അതുമാത്രല്ല ഇത് ട്രാൻസ്ഫർ പ്രൂഫും ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. എന്നാ പിന്നെ ബ്രൗണിലെ കളറും കൂടി ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ബ്രൗണിലത്തെ ഒരു ഷെയ്ഡ് എടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഷെയ്ഡ് ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ പോയത്. പോവാൻ നേരത്തെ അതിൽ നിന്ന് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്ത് ബാഗിൽ ഇട്ടൂട്ടാ. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡുകളാണ്. പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടാ.